അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഖലഖനൽ ഇൻസാൻ നിശ്ചയമായും മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ് മിൻ നുത്ഫത്തിൻ അംശാജിൻ സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജലവും ചേർന്ന സംഘടനത്തിൽ നിന്ന് നബ്തലി അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചത്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ പരീക്ഷിക്കുവാനാണ് എന്ന് ഖുർആൻ സൃഷ്ടാവായ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മൊബൈൽ എന്തിനാ വാങ്ങണേ? പ്രധാനമായും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ. ഓരോ വസ്തുവിനും സൃഷ്ടിപ്പിനൊരു ലക്ഷ്യമില്ല. ഈ വാച്ച് എന്തിനാ ഉണ്ടാക്കിയത്? സമയം അറിയാൻ. ഓരോന്നിനും അങ്ങനെയുണ്ട്. മനുഷ്യൻ എന്തിനാ അല്ലാഹു ഉണ്ടാക്കിയത്? അതിന് മാത്രം ഉത്തരമില്ല. ഇന്നാ ഖലഖനൽ ഇൻസാൻ إنا خلقنا الإنسان من نطفة أمشاج نبتليه മനുഷ്യനെ പരീക്ഷിക്കുവാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജഅൽനാഹു സമീഅൻ ബസീറാ അതുകൊണ്ട് തന്നെ അവന് നമ്മൾ കാണാനും കേൾക്കാനുമുള്ള കഴിവ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ. ഈ പരീക്ഷണം ഏതെല്ലാം മേഖലയിലാണ് വരിക ശ്രദ്ധിക്കണേ. അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفلحون വലനബുലുവന്നകും ലോ ശ്രദ്ധിക്കണം. ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് ഖുർആനാ ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായം പറയുകയില്ല. സൃഷ്ടാവാരാണോ അവൻ തന്നെയാ എന്താണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എവിടെയെല്ലാം മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. വലനബുലുവന്നകും തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ് ഭയം തന്നിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കോ. ഭയം തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി വൽ ജൂ വിശപ്പ് തന്നിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ സ്വത്ത് കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് മനുഷ്യ ശരീരങ്ങളെ കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വത്തമറാത്ത് അതേപോലെ ഫലങ്ങളെ കുറച്ചുകൊണ്ടും അല്ലാഹു പറയാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. വബശ്ശിരിസ് സ്വാബിരീൻ ഹബീബായ നബിയേ, പരീക്ഷണം വരുമ്പോൾ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ട് എന്ന് അറിയിക്കണം യാ റസൂലല്ലാഹ്. ആരാ? അല്ലദീന ഇദാ അസാബതുഹും മുസീബ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന ആളുകൾ, ഞങ്ങൾ തന്നെ അല്ലാഹുവിനുള്ളതാ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണല്ലോ ഞങ്ങൾ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ഹബീബായ നബി അവരോട് പറഞ്ഞേക്കണേ, അവർക്കാണ് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനവും കരുണയും അവർക്കാണ് ഉണ്ടാവുക എന്ന്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർക്കാണ് വിജയമുള്ളത് എന്ന് പറഞ്ഞേക്കണേ നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി ശ്രദ്ധിക്കണം, എവിടെയെല്ലാമാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും എന്ന് അല്ലാഹു പറഞ്ഞത്. ഭയം കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കാം എന്ന് ഖുർആൻ. ചില ആളുകൾ അല്ലാഹു പരീക്ഷിക്കുന്നത് ഭയം കൊണ്ടാകോ. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഉസ്താദേ, വാപ്പ ദിവസങ്ങളായി ഉറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറയാണ്, വല്ലാതെ പേടിയാകുന്നു എന്ന്. ഇന്നലെ ഞാൻ കാസർഗോഡ് പോയപ്പോ ഒരു സഹോദരൻ അതിന്റെ തൊട്ടടുത്ത മുമ്പ് ആഴ്ച അയാളെ ഇന്നലെ ഞാൻ കണ്ടു. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഉറക്കം വരുന്നില്ല, വല്ല മരുന്നുമുണ്ടോ, വല്ല മന്ത്രവും ഉണ്ടോ എന്ന്. ഞാൻ ചോദിച്ചു, എന്തേ ഉറക്ക് വരാത്തത്? എന്നോട് പറഞ്ഞു, പേടിയാകുന്നു എന്ന്. പേടിയാകുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ പേടിയുടെ കാരണം? എന്നോട് പറഞ്ഞു, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല, മനസ്സിനൊരു ബേജാറ് തോന്നുന്നു എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ്, ദുബായിൽ ഉള്ള ഒരാളെ കുറിച്ച് അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞത്. വലിയ മുതലാളിയാ, പണക്കാരനാ, പക്ഷെ അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അയാൾ ഇഞ്ചക്ഷൻ ചെയ്താണത്രേ ഉറങ്ങാറുള്ളത്. ഭയം തന്നെ നിങ്ങളെ നാം പരീക്ഷിക്കാമെന്ന് അല്ലാഹു. നമ്മുടെ കൂട്ടത്തിലും ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ പറയാറുണ്ട് അവർക്ക് മാനസിക രോഗമാണ് എന്ന്. മാനസികമാണെന്ന് പറയാറുണ്ട്. എന്താ മാനസികത്തിന്റെ തുടക്കം എന്താണെന്നറിയുമോ? ഭയമാ. ആ ഭയമാണ് മാനസികമായി മാറാറുള്ളത്. ഉമ്മാ, പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദര, നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ ഭയപ്പാട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? മാനസിക രോഗികളുണ്ടോ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന്. ഭയം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാമെന്ന് അള്ളാഹു തന്നെയാ പറഞ്ഞത്. ഈ വിഷയത്തിൽ അള്ളാഹു ഏറ്റവും കഠിനമായി പരീക്ഷിച്ചതാരെയാ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏത് പരീക്ഷണത്തിന്റെയും കാഠിന്യം സഹിക്കുന്ന ആളുകളാരാ? ഇന്ന അശദ്ദന്നാസി ബലാ, ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നത് അൽ-അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കേൾക്കണം, അല്ലാഹു കൂടെയുണ്ട് എന്നാണല്ലോ നമ്മുടെ വിഷയം. പരീക്ഷണങ്ങൾ വരുമ്പോൾ തളരാൻ പാടില്ല, പേടിച്ചു പോകാൻ പാടില്ല, സ്വയം പഴിക്കാൻ പാടില്ല. മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ കഠിനമായി നേരിടുന്നവരാരാ? കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാരാ? അൽ-അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. പിന്നീട് പ്രവാചകന്മാരോട് അടുത്തവരാണ് പരീക്ഷണത്തിൽ കാഠിന്യം നേരിടേണ്ടി വന്നത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞല്ലോ, ഭയം നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കാമെന്ന്. ആ പരീക്ഷണത്തിൽ കഠിനമായ പരീക്ഷണം നേരിട്ടതാരാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആലോചിച്ച് നോക്ക്, ഏതെല്ലാം രംഗം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രയാസകരമായ രംഗമേതാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ 53ാമത്തെ വയസ്സിലാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം വന്ന്, ശത്രുക്കൾ വന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. അർദ്ധരാത്രിയിലാ കൊല്ലാറുള്ള ആയുധങ്ങളുമായി വന്നിരിക്കുകയാണ് അവർ.
കാത്തു കിടക്കുകയാ. എപ്പോഴാണോ അവസരം കിട്ടുന്നത് വീട്ടിന്റെ അകത്തേക്ക് ഇടിച്ചു കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തറുക്കാൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് വെളിയിലേക്ക് വരുമ്പോ കതക് തുറന്ന് പുറത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നുകളയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തും കാവൽ നിൽക്കുകയാണവർ. അപ്പോഴല്ലേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയെ കൊല്ലാനായി ശത്രുക്കൾ വന്നിട്ടുണ്ട് നബിയേ. വീട് വളഞ്ഞിരിക്കുന്നു യാ റസൂലല്ലാഹ്. കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കണം നബിയേ. വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം യാ റസൂലല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, വീട്ടിന്റെ അകത്ത് നിന്നൊരു പിടി മണ്ണ് വാരൂ നബിയേ. സൂറത്ത് യാസീനിലെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്ത് ഓതിയിട്ട് മന്ത്രിക്കാൻ പറഞ്ഞു മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നല്ലപോലെ സ്വലാത്ത് ചൊല്ലൂ, ദുആ ചെയ്യണം. നമുക്ക് അവസാനം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിന്റെ അകത്ത് നിന്നൊരു പിടി മണ്ണ് വാരി സൂറത്ത് യാസീനിലെ ആയത്ത് ഓതി മന്ത്രിക്കുകയാണ്. കതക് തുറക്കുകയാണ്, ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എറിഞ്ഞപ്പോ എല്ലാവരുടെ കണ്ണിലും മണ്ണായി. അവരാ കണ്ണ് തുടച്ച് വൃത്തിയാക്കുന്നതിടയിലല്ലേ അല്ലാഹുവിന്റെ ഹബീബ് അവർക്കിടയിലൂടെ നടന്നു പോയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്ന രംഗമൊന്ന് പരിശോധിച്ചു നോക്കണേ നിങ്ങൾ. അർദ്ധരാത്രിയിലാ, ശത്രുക്കൾക്കിടയിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങിപ്പോയിട്ട് റസൂലുള്ളാഹിക്ക് വല്ല സമാധാനവും ഉണ്ടോ? ഇല്ല. തന്റെ പൈതങ്ങളായ മക്കളുണ്ടല്ലോ, തന്റെ പന്നുമക്കളുണ്ടല്ലോ, വീട്ടിനകത്ത് ആരാണത്? ഉമ്മു കുൽഥുമ ഫാത്തിമ ബീവിയ റളിയല്ലാഹു അൻഹാ. പൊന്നുമക്കളുടെ ഉമ്മ നേരത്തെ മരിച്ചുപോയതാണ്. മക്കളുടെ മാതാവിനെ അല്ലാഹു തിരിച്ചു വിളിച്ചതാ. പൊന്നുമക്കൾ മാത്രമാ വീട്ടിനകത്തുള്ളത്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വീട്ടിനകത്താക്കിയിട്ട അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. അല്ലാഹു പറഞ്ഞല്ല, ഹബീബായ നബിയേ, അവരവിടെ കിടന്നോട്ടെ യാ റസൂലല്ലാഹ്, അവരെ ഞാൻ ഏറ്റെടുത്തു യാ റസൂലല്ലാഹ്, അങ്ങിറങ്ങണേ നബിയേ എന്ന്. പൊന്നുമക്കളെ വീട്ടിൽ വിട്ട അല്ലാഹുവിന്റെ ഹബീബ് പോകുന്നത് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിലിന് വന്ന് മുട്ടുകയാ. വാതിൽ തുറക്കപ്പെട്ടല്ലോ. പറഞ്ഞല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, മഹാനവർകളെ, കൊല്ലാനായി ശത്രുക്കൾ വീട് വളഞ്ഞതാ. അല്ലാഹു രക്ഷപ്പെടാൻ പറഞ്ഞതാണ് എന്നോട്. മദീനയിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങന്റെ കൂടെ വരണേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രിയാ പുണ്യനബി അത് പറയുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർദ്ധരാത്രിയിലാണ് തന്റെ ഭാര്യയും മക്കളെയും വീട്ടിലാക്കിയിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം എടുത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പുറപ്പെടുകയാ. ഏതാനും വസ്ത്രങ്ങളും ഭക്ഷണവും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടുപേരും നേരെ മദീനയിലേക്ക് പോവുകയല്ല ചെയ്തത്, അവർ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇന്നുമുണ്ടല്ലോ പർവ്വതം മക്കയിൽ ജബലു സൗർ എന്നാണല്ലോ പർവ്വതത്തിന്റെ പേര്. സൗർ ഗുഹയുള്ള മലയാണല്ലോ അത്. ആ മലയുടെ ഏറ്റവും മുകളിലാണല്ലോ ആ ഗുഹയുള്ളത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റളിയല്ലാഹു അൻഹു ഗുഹക്കകത്ത് ഒളിച്ചിരിക്കുമ്പോഴല്ലേ പിറ്റേ ദിവസം രാവിലെ ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ വീട് തുറന്ന് അലി റളിയല്ലാഹു അൻഹു പുറത്തു വന്നപ്പോ ശത്രുക്കൾക്ക് മനസ്സിലായി മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. ശത്രുക്കൾക്ക് ആകെ അമ്പരന്ന് പോയവർ അവരതാ മക്ക അരിച്ചു പെറുക്കുകയാണ്. അവൾ ജബലു തൗറിന്റെ മുകളിലും എത്തിയല്ല. മദീനയിലേക്കുള്ള വഴികൾ അവരെ പരിശോധിക്കാൻ തുടങ്ങിയല്ല. എന്തിനാ?
റസൂലുള്ളാഹിനെ പിടികൂടാന് അവർക്ക് കാണാൻ പറ്റിയില്ല. അവർക്ക് മനസ്സിലായി മദീനയിലേക്ക് മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടില്ല, എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന്. അവർ മക്കയാകെ അരിച്ചു പെറുക്കാൻ തുടങ്ങിയല്ലോ. ജബൽ തൗറിന്റെ മുകളിലും അവർ എത്തിയല്ലോ. അവരെങ്ങനെ തെരയുകയാണ്. എല്ലാ തലത്തും തെരയുമ്പോഴാണ് അവർ ജബൽ തൗറിന്റെ മുകളിലുള്ള തൗർ ഗുഹയുടെ അടുത്തെത്തിയത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ നിന്ന് ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ട്. അവർ റസൂലുള്ളാഹിനെ തെരഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അവരാരെങ്കിലും അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയെ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈവിക്കുലനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി എന്താ? സിദ്ദീഖേ, ലാ തഹസൻ, ഭയപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ മഅല്ലാഹി ലാ തഹസൻ മാ വന്നുക ബിഥനൈൻ വല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖേ, ഈ ഗുഹക്കകത്ത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളത്, നമ്മുടെ കൂടെ മൂന്നാമനായ അല്ലാഹു ഉണ്ട് സിദ്ദീഖേ. അതുകൊണ്ട് നമ്മുടെ രോമത്തിന് പോലും പോർപ്പിക്കാൻ അവർക്ക് കഴിയില്ല സിദ്ദീഖേ. അല്ലാഹുവിന്റെ ഹബീബ് സമാധാനിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹക്കകത്താണ്. ശത്രുക്കൾ ആ ഗുഹയുടെ പരിസരത്തൊക്കെ വന്നു. ആരോ ഒരാൾ ചോദിച്ചു, ഈ ഗുഹയിൽ മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സത്യത്തിൽ അവർക്കൊന്നും ഇങ്ങനെ നോക്കിയാൽ മതിയെന്നു, പക്ഷെ നോക്കാൻ അല്ലാഹു തോന്നിപ്പിച്ചില്ല. അതിന്റെ പരിസരത്തുള്ള എല്ലാ ഗുഹയും അവർ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഈ ഗുഹയുടെ അടുത്തെത്തിയപ്പോ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഇതിൽ മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അടുത്തുള്ള ആള് പറഞ്ഞു, അതിൽ മുഹമ്മദ് എങ്ങനെ ഉണ്ടാവാനാ? ആ ഗുഹയുടെ മുഖത്ത് ചിലന്തി വലയുണ്ടല്ലോ, അതേപോലെ കാടൻ പ്രാവുകൾ വന്ന് മുട്ടയിട്ടിട്ടുണ്ടല്ലോ. ആളതിന്റെ അകത്തുണ്ടെങ്കിൽ പ്രാവുണ്ടാവില്ലല്ലോ, ചിലന്തി ഉണ്ടാവില്ലല്ലോ. സത്യത്തിൽ അവർക്കൊന്നിങ്ങനെ കുനിഞ്ഞു നോക്കിയാൽ മതിയായി, പക്ഷേ അല്ലാഹു നോക്കാൻ തോന്നിപ്പിച്ചില്ല. അല്ലാഹു ആരുടെ കൂടെ ഉണ്ടായാലും അവന്റെ രോമത്തിന് പോറൽപ്പിക്കാൻ ലോകം മുഴുവൻ ഒന്നിച്ചാലും കഴിയില്ല എന്റെ സഹോദരങ്ങളെ. അതാ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഭയപ്പെടണ്ട, അല്ലാഹു നമ്മെ കൂടെ ഉണ്ട് എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന് അല്ലാഹുവിനെ കൂടെ നിർത്തണം. അല്ലാഹു കൂടെ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സമയം ലഭിച്ചാൽ ഈ വിഷയത്തിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു പരീക്ഷിക്കോ. അല്ലാഹു പരീക്ഷിക്കുന്നതിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പ്രവാചകന്മാരാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ശത്രുക്കൾ തൊട്ടടുത്ത് നിൽക്കുമ്പോ തൊട്ടടുത്ത അല്ലാഹുവിന്റെ ഹബീബുള്ളത്. ആ ഭയപ്പെടുന്ന അവസ്ഥയുടെ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. ആ സമയത്തും പറഞ്ഞതെന്താ? ഭയപ്പെടേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ആ കഠിനമായ പരീക്ഷണത്തിലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ. നമ്മൾ പല ആളുകളും പറഞ്ഞു പോകാറുണ്ട്, മൂത്ത പുതിയാപ്പളക്ക് ക്യാൻസറാണ്, രണ്ടാമത്തെ മകന് മാനസികമാണ്, മൂന്നാമത്തെ മകളാണെങ്കിലോ ആക്സിഡന്റായി കാല് പൊട്ടി കിടക്കുകയാ. പറയാറുണ്ട്, എന്റെ അല്ല എന്താ എന്നെ കാണാത്തത്? എന്റെ റബ്ബെന്തിനാ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്നല്ലോ എന്ന് വിലപിക്കുന്ന ഉമ്മ. നിങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങളുണ്ടോ? എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്നാണ്. നിങ്ങൾക്ക് പരീക്ഷണങ്ങളില്ലേ? സുഖസമ്പൂർണമാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ഭയപ്പെടണമെന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം നിങ്ങൾക്ക് നേരെയില്ല എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും ചിത്തതയോടെ നേരിടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അപ്പൊ അല്ലാഹു പറഞ്ഞ ഒരു പരീക്ഷണം ഭയമാണ്. മുസ്ലിം ഉമ്മത്ത് ആ ഒരു പരീക്ഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയം അല്ലേ? ലോകത്തെല്ലായിടത്തും അങ്ങനെ ഒരു പേടിയാണ്. ഇന്ത്യ രാജ്യത്തും അങ്ങനെയാണല്ലോ. വല്ല സുഖവും സ്വസ്ഥതയുണ്ടോ എന്ന് ആലോചിക്കുക നിങ്ങൾ. വല്ല സുഖവും സ്വസ്ഥത, കുറെ പൈസ കയ്യിൽ നിന്നല്ലാതെ എന്ത് സുഖം സ്വസ്ഥത? ഒരു സ്വസ്ഥതയില്ല. എന്താ? ഒരു പേടി, ഒരു ഭയം.
ഒരു ഭയം, ഇലക്ഷൻ എന്താകുമെന്ന പേടി, ഇനി ആര് ഭരണത്തിൽ വരുമെന്ന പേടി, ഇനി നിയമങ്ങൾ എന്തൊക്കെയാകുമെന്ന പേടി, ഒരു പേടി, ഒരു സുഖല്ല, ഒരു ഭയം. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിന്റെ കാരണങ്ങൾ എന്തുള്ളത് വേറെ ചർച്ച ചെയ്യണ്ട, അതിന്റെ വിഷയത്തിൽ പെടാത്തോണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് ചർച്ച ചെയ്യേണ്ടതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ഭയം നൽകിയിട്ട് പരീക്ഷിക്കുക എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭയപ്പെടുത്തിയിട്ട് അല്ലാഹു പരീക്ഷിക്കുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതിൽ ഒന്ന് റസൂലുള്ള പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, പലിശയുടെ പണം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അസ്വാബഹുൽ ജനാൻ, വ്യത്യസ്തമായ രീതിയിലുള്ള മാനസിക രോഗങ്ങൾ ആ ജനതയെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയിൻ ബിസിനസ് എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, അതിൽ ചില ഉസ്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ ഞങ്ങളെ ഹറാമാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ, എന്റെ മാതിരി വേഷം തുണിയും ജുപ്പിയൊക്കെ ഇട്ട അതിന്റെ ഒക്കെ അർത്ഥം പോലെ ഉസ്താക്കന്മാരെന്ന്. ചെയിൻ ബിസിനസ്, അതേപോലെ ഫിക്സഡ് ആയി ലാഭം ചെയ്യുന്ന ബിസിനസ്സുകൾ, പലിശ വാങ്ങണോട് അള്ളാഹു പറഞ്ഞാന്തറിയോ, പടച്ചോനോട് അള്ളാനോടും റസൂലുള്ളാഹിയോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി കൂടിയൂലെന്ന കഴിച്ചിലാവൂല. ഈ സദസ്സിൽ ഏതെങ്കിലും ഉമ്മാര് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം വാങ്ങിയ ആൾക്കാരുടെ നാളെ തന്നെ പോയിട്ട് തിരിച്ചെടുത്തോളി, അല്ലാത്ത മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് നീച്ചു പോകണം, ദുആക്ക് ഉത്തരം കിട്ടൂല.